കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് സാത്താനും അവൻ്റെ സൈന്യങ്ങളും അവൻ്റെ ദൂതന്മാരും അവൻ്റെ ദുരാത്മാക്കളും അദൃശ്യമണ്ഡലത്തിലൂടെ ദൃശ്യമണ്ഡലത്തിൽ സൃഷ്ടിക്കുന്ന കാറ്റുകളെക്കുറിച്ചാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ സാത്താൻ്റെ സൈന്യങ്ങൾ സൃഷ്ടിക്കുന്ന വിവിധ തരം കാറ്റുകളെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ചില കാറ്റുകളെക്കുറിച്ചാണ് തിരുവെഴുത്തുകളും പ്രകാരം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കടലിൽ കാറ്റടിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരെ ഭയപ്പെടുത്തിയ പിശാചിൻ്റെ തന്ത്രങ്ങൾ യാതൊരു ദൈവമക്കൾക്കും തിരുവെഴുത്തുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും തങ്ങൾ ഇരുന്നിരുന്ന പടകിൽ തിര തള്ളിക്കയറിയ നിമിത്തം അത് മുങ്ങുമാറായി. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശുവുള്ള പടകിൽ ഒരു കാറ്റും അടിക്കില്ലെന്ന് പഠിപ്പിക്കുന്നവരാണ് പല ശുശ്രൂഷകരും. എന്നാൽ യേശുവുള്ള പടകിലും കാറ്റടിക്കും എന്നുള്ളതിന് തെളിവാണ് യേശുവും ശിഷ്യന്മാരും സഞ്ചരിച്ച പടകിൽ കാറ്റടിച്ചത്. ഈ കാറ്റ് അടിപ്പിച്ചത് പിശാചാണ്. യേശുവുള്ള പടകിൽ ആ കാറ്റിൻ്റെ വകഭേദങ്ങൾ ഏതെല്ലാം രീതിയിലായിരുന്നാലും യേശുവിൽ വിശ്വസിക്കുന്ന, യേശു ഉള്ളിലുണ്ടെന്ന് ബോധ്യമുള്ള ഒരു ദൈവ പൈതൽ യേശുവിനെ ഉണർത്തും. എന്തിനാണ് ദൈവത്തെ ഉണർത്തുന്നത്? കർത്താവിന് കാണുവാനും കേൾക്കുവാനും അറിയുവാനും ഒക്കെ കഴിയും. കാറ്റിനാൽ ഉലയുന്നവർ കാറ്റടിക്കുമ്പോൾ പതറിപ്പോകാൻ സാധ്യതയുണ്ട്, തളർന്നു പോകാൻ സാധ്യതയുണ്ട്. നീ തരണം ചെയ്യുവാൻ അത്തരം സന്ദർഭങ്ങളിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിൽ ശരണപ്പെടുകയും ചെയ്യുന്ന യാതൊരു വ്യക്തിക്കും ഏത് കാറ്റടിച്ചാലും അതിനെ തരണം ചെയ്യുവാനുള്ള കൃപ, ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി, ദൈവീയ ഉറപ്പ്, ധൈര്യം, ബലം ഇതെല്ലാം ദൈവം പകർന്നു തരും. എന്നാൽ യേശു ഉണ്ടായിട്ടും ഞങ്ങൾക്കിത് സംഭവിക്കുന്നുവല്ലോ എന്ന് യേശുവിനെ സംശയിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് ഓവർകം ചെയ്യാൻ കഴിയില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കാറ്റിൻ്റെ സൃഷ്ടാവാണ് തങ്ങളുടെ പടയിൽ ഇരിക്കുന്ന കർത്താവായ യേശു. സൃഷ്ടാവായ ദൈവമായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും സഞ്ചരിച്ചിരുന്ന പടയിലാണ് കൃത്രിമ കാറ്റുകൾ ഉണ്ടാക്കി ശിഷ്യന്മാരെ ഭയപ്പെടുത്തുവാനും ശിഷ്യന്മാർ കർത്താവിനെ സംശയിക്കേണ്ടതിനു വേണ്ടി പിശാച് കാറ്റടിപ്പിച്ചത്. അപ്പോൾ പിശാചിൻ്റെ തന്ത്രത്തിൽ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അവർ കർത്താവിനെ സംശയിക്കുകയും ചെയ്തു. അവർ ചോദിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പം ഇത്തരത്തിൽ ദൈവത്തെ സംശയിക്കുവാനും ദൈവത്തെ ചോദ്യം ചെയ്യുവാനും പ്രാർത്ഥനയിൽ മടുത്തു പോകുവാനും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാനും വേണ്ടി പിശാച് കൊണ്ടുവരുന്ന സകല കാറ്റുകളെയും അതിൻ്റെ തന്ത്രത്തെ ദൈവമക്കൾ മനസ്സിലാക്കണം. പിശാചിൻ്റെ തന്ത്രത്തെ ശിഷ്യന്മാർക്ക് കർത്താവ് മനസ്സിലാക്കി കൊടുത്തത് എങ്ങനെയാണ്? കാറ്റിനെയും കടലിനെയും ശാസിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ കാറ്റ് അടിച്ചില്ലായിരുന്നുവെങ്കിൽ തങ്ങളുടെ പടകിലിരിക്കുന്ന ഗുരുനാഥൻ കാറ്റിൻ്റെയും കടലിൻ്റെ മേൽ അധികാരമുള്ള ദൈവമാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. ആ കാറ്റടിപ്പിച്ചത് കൊണ്ടാണ് തങ്ങളുടെ സൃഷ്ടാവും തങ്ങളുടെ സംരക്ഷകനും തങ്ങളുടെ രക്ഷകനുമായ കർത്താവ് പടകിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെട്ടു എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശത്രു കൊണ്ടുവരുന്ന ഇത്തരം കെണികളൊക്കെ അബദ്ധമായി പോകും എന്ന് ഉള്ള അറിവ് മാത്രമല്ല, അബദ്ധമായി മാറുന്നത് അനുഭവിച്ചറിയുവാൻ ദൈവമക്കൾക്ക് കഴിയും. എന്നാൽ അതിൻ്റെ മേലുള്ള അധികാരം അന്നാണ് അവർ തിരിച്ചറിഞ്ഞത്. കർത്താവ് ചെയ്തതുപോലെ കർത്താവിൻ്റെ ശിഷ്യന്മാർക്കും കർത്താവിൽ വിശ്വസിക്കുന്നവർക്കും കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ അനുസരിക്കുന്നവർക്കും
പ്രകൃതിയുടെ മേൽ വെല്ലുവിളിക്കുന്ന പിശാചിന്റെ പ്രവർത്തനത്തെ ശാസിച്ചമർത്തുവാൻ കഴിയുമെന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വിഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. വീട് തകർന്നുപോയി. തകർന്ന് അവരുടെ മേൽ വീണത് കൊണ്ടാണ് മരണം ഉണ്ടായത്. ഈ കൊടുങ്കാറ്റ് അടിപ്പിച്ചത് ദൈവമല്ല, നിശ്ചയമായും സാത്താനാണ്. യോബിന്റെ 1:12 പറയുന്നു. 1-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ പറയുന്നു. അപ്പോൾ പിശാചിന് കാറ്റ് അടിപ്പിക്കുവാൻ കഴിയും. ഏത് കാര്യവും തിന്മയ്ക്കായി ദോഷത്തിനായി പിശാചിന് ചെയ്യാൻ കഴിയും. എന്നാൽ അവൻ ചെയ്യുന്ന ഏത് ദോഷത്തെയും ഏത് തിന്മ പ്രവൃത്തികളെയും അതിനെ ദൂരീകരിക്കുവാനും പിശാച് ദോഷത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ അത് ദൈവമക്കൾക്ക് നന്മയാക്കി തീർക്കുവാനും ദൈവത്തിന് കഴിയും. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. 1997 ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരുമ്പോൾ, എൻ്റെ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയം ബസ്സിലാണ് യാത്ര. എൻ്റെ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു കാറ്റ്, ഭയങ്കരമായ ഒരു കാറ്റും ചെറിയൊരു മഴയും. എപ്പോഴും ആ ബസ് സ്റ്റോപ്പ് നിറയെ ആൾക്കാർ കാണാറുണ്ട്. ആ റോഡ് നിറയെ എപ്പോഴും ആൾക്കാരുള്ള ടൈമാണ്. എന്നും കുട എടുക്കാറുള്ള ഞാൻ അന്ന് എൻ്റെ കയ്യിൽ കുടയില്ലായിരുന്നു. ഈ കാറ്റൊരു അസാധാരണമായ കാറ്റ്. എന്നെ ശ്വാസം മുട്ടിപ്പിച്ച് എന്നെ മുൻപോട്ട് വലിക്കുന്ന ഒരു കാറ്റ്. റോഡിൽ ആരുമില്ല. ഒരു ലോറി സ്റ്റാൻഡ് അവിടെയുണ്ട്, അവിടെ അരത്ത ആളുണ്ട്. പക്ഷെ ഈ കാറ്റ് എന്നെ മുന്നോട്ട് വലിക്കുന്നത് പോലെ തോന്നി. ശ്വസിക്കുവാൻ കഴിയുന്നില്ല. സ്പീഡപ്പായിട്ട് നടക്കാനും പറ്റുന്നില്ല. വല്ല വിധേനയും സ്തോത്രം പറഞ്ഞ് വീട്ടിൽ ചെന്നു. കാറ്റിൽ നിന്നും മഴയിൽ നിന്നും, വലിയ മഴയിലൊക്കെ യാത്ര ചെയ്ത ശീലമുള്ള എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അസാധാരണ അനുഭവം. ശ്വാസം മുട്ടിപ്പിക്കുന്ന തരത്തിൽ കാറ്റ് എന്നെ വലിച്ചു കൊണ്ടുപോകുന്ന അനുഭവം. തമാശ, ഇത് കേൾക്കുന്നവർക്കൊരു തമാശയായി തോന്നാം, അല്ലെങ്കിൽ ഇത് വ്യാജമാണെന്ന് തോന്നാം. എന്തോ ആകട്ടെ, ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചതാണ് പിശാചിൻ്റെ തന്ത്രപരമായ ഇത്തരം കാറ്റുകളെക്കുറിച്ച്. അതേക്കുറിച്ച് ഞാനൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ മെസ്സേജിലൂടെ ഞാൻ അറിയിക്കുന്നത്. പലരുടെ അനുഭവങ്ങളിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ അതിനുശേഷം എനിക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിശാച് അടിപ്പിക്കുന്ന കാറ്റുകൾ, യഥാർത്ഥമായി നമുക്ക് ഫീൽ ചെയ്യുന്ന കാറ്റ്, ആ കാറ്റിനെ അതിനെ ശാസിച്ച് ജയമെടുക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന അധികാരം നമ്മുടെ മേലുണ്ട്. ആ അധികാരത്തെ ഉപയോഗിച്ച് നമ്മുടെ ഗുരുനാഥനായ യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തിയതുപോലെ നമുക്കും അതിനെ ശാസിച്ചമർത്തുവാനുള്ള കൃപ കർത്താവ് തന്നിട്ടുണ്ട്. ദൈവം നൽകിയിരിക്കുന്ന അധികാരത്തെ ഉപയോഗിക്കുമെങ്കിൽ നാം ജീവിക്കുന്നത് ക്രിസ്തുവിലൂടെ ദൈവരാജ്യത്തിലാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. കരയിലും കടലിലും വായുവിലും സഞ്ചരിക്കുന്ന വാഹനങ്ങളെയും അതിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരെയും ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ അവന് കഴിയും. എന്നാൽ ആവായ ദൈവം ഇതിനൊക്കെ ഒരു നിയന്ത്രണം വച്ചിരിക്കുന്നത് കൊണ്ട് നശിപ്പിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളെ തകർക്കുവാനും കൂടിയാണ് ക്രിസ്തു യേശുവിലൂടെ ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മെ തിരഞ്ഞെടുത്തത്. അതിനെ നമുക്ക് തന്നിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അധികാരവും അഭിഷേകവും നാം ഉപയോഗിക്കേണ്ട വണ്ണം പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കുവാൻ
നമുക്ക് കഴിയണം. സ്വർലോകങ്ങളിൽ നിന്നും ഭൂലോകങ്ങളിൽ നിന്നും അധോലോകങ്ങളിൽ നിന്നും പാതാളത്തിൽ നിന്നും സമുദ്രത്തിൽ നിന്നും ഒക്കെ പിശാച് ചില കാറ്റുകൾ ദൈവജനത്തെ ഫോക്കസ് ചെയ്ത് അടുപ്പിക്കാറുണ്ട്. ഈ കാറ്റുകൾ പ്രാർത്ഥനയിൽ കുറയാതെ നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ഒന്നായി മാറിക്കൊണ്ട്, അതായത് നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മളും വസിക്കുന്ന അനുഭവത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ, ആ അനുഭവം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഏത് വമ്പൻ ശത്രുവിൻ്റെയും ഏത് തന്ത്രത്തെയും ദൈവാത്മാവിനാൽ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിൻ്റെ അഭിഷിക്തർക്ക് കഴിയും. മനുഷ്യൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് വിരാമം കുറിക്കാൻ മനുഷ്യൻ സ്വയം നികൃഷ്ട ബുദ്ധിയോടെ മനഃപൂർവ്വമായി കാണിക്കുന്ന കാര്യങ്ങളെ ദൈവം കൈകാര്യം ചെയ്യട്ടെ. മനുഷ്യൻ നമ്മുടെ ശത്രുവല്ല. നമ്മുടെ ശത്രു മനുഷ്യരെ കൊണ്ട് നമുക്കെതിരെ പ്രവർത്തിപ്പിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളാണ്, പൈശാചിക സാമ്രാജ്യമാണ്, പൈശാചിക മണ്ഡലങ്ങളാണ്, പൈശാചിക ആത്മാക്കളാണ്, പൈശാചിക മന്ത്രങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ്. അതുകൊണ്ട് ജയാളിയായ യേശു ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുവാൻ പ്രാർത്ഥനയും നിരന്തരമായ പ്രാർത്ഥനയും ഉപവാസവും ദൈവവചന ധ്യാനവും ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കണം. അതിനായി കർത്താവ് എവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.